ഹായ്, മുസ്ഫറൂബിയാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, സഹപ്രവർത്തകനായ ഷമീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാക്കുതർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. ഷിനോജ് ഷംസുദ്ദീൻ, ഷിനോജ്, എന്താണ് ഉണ്ടായത്? സൈഫു, ഇന്നലെ വൈകുന്നേരമാണ് ഷാർജ മുത്തീനയിലെ ഒരു കഫ്തീരിയയിൽ രണ്ട് ജീവനക്കാർ തമ്മിൽ തർക്കവും അതേപോലെ തന്നെ അടിപിടിയും കത്തിക്കുത്തും നടക്കുന്നത്. ഈ കത്തിക്കുത്തിനൊടുവിൽ കോഴിക്കോട് താമരശ്ശേരി ചാലക്കര സ്വദേശിയായ നിഷാദാണ് മരിച്ചത്. അദ്ദേഹം ഈ കഫ്തീരിയയിലെ ഡെലിവറി ജീവനക്കാരനായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഈ കഫ്തീരിയയിലെ തന്നെ ജ്യൂസ് മേക്കറായിട്ടുള്ള ഷമീറിനെയാണ്. അദ്ദേഹം കരുവമ്പൊയിൽ സ്വദേശിയാണ്. ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. അത് പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം. ഷാർജ മുത്തീനിയിലെ കഫ്തീരിയയിൽ ജോലി ചെയ്യുന്നവരാണ് ഈ രണ്ടുപേരും. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ നാട്ടിൽ കൊടുവള്ളി കരുവൻപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊലപാതകത്തിൻ്റെ ന്യൂസായിട്ട് ഇങ്ങനെ പല ആൾക്കാർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഗൾഫിൽ വെച്ച് ഷാർജയിൽ വെച്ചിട്ട് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള ഒരാളെ കരുവൻപോയിൽ സ്വദേശി കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ന്യൂസിലൊക്കെ ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് സംഭവം ഉള്ളത് തന്നെയാണ്. പക്ഷേങ്കിൽ അത് കരുവൻപോയിൽ സ്വദേശിയല്ല അതിലുള്ള കൊലപാതകി. എന്താന്ന് പറഞ്ഞാൽ, രാവിലെ മുതൽ നമ്മുടെ നാട്ടിലുള്ള ഓരോ ആൾക്കാരുടെ അടുത്തേക്കും പല സ്ഥലത്തുനിന്ന് കോള് വരുന്നുണ്ട് ന്യൂസിൽ ഇങ്ങനെ കണ്ടതുകൊണ്ട്. പിന്നെ അതുപോലെ ഷമീർ എന്ന് പറഞ്ഞ പയ്യന്മാർ ആരൊക്കെ ഉണ്ടോ അവരെ ഫ്രണ്ട്സിനും അവരെ വീട്ടുകാർക്കും ഒക്കെ പ്രത്യേകം കോളുകൾ പോകുന്നുണ്ട്. നിങ്ങളെ വീട്ടിലത്തെ കുട്ടിയാണോ, മറ്റേ വീട്ടിലത്തെ കുട്ടിയാണോ, ഏത് ഷമീറാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഫസ്റ്റിൽ ന്യൂസ് കൊടുത്ത ആൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമാണ്. ഇത് സംഭവം നടന്നത് പിന്നെ താമരശ്ശേരിയുള്ള ആളാണ് മരിച്ചത്. അത് കരുവൻപോയിലുള്ള ആളല്ല കൊലപാതകി, കരുവൻപോയിൽക്കാരനല്ല ഷമീർ എന്ന് നിങ്ങളെ എല്ലാവരെയും ഒന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂസ് പല സ്ഥലത്തേക്ക് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. വാട്സപ്പ് ന്യൂസ് ചാനലുകളിലും അല്ലാത്ത ചാനലുകളിലൊക്കെ ഇതിങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കൊടുവള്ളി കരുവമ്പോയിൽ സ്വദേശിയല്ല. ഇത് നമ്മൾ കേട്ടത് കളരാന്ത്രി എന്ന് പറഞ്ഞുള്ള സ്ഥലത്തുള്ള ആളാണെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്താന്ന് പറഞ്ഞാൽ, കരുവമ്പോയിലുള്ള ആൾക്കാർക്ക് ഇന്ന് രാവിലെ മുതൽ പല സ്ഥലത്തു നിന്ന് കോളുകൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഏത് ഷമീറാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ ഷമീറുകളുള്ള വീട്ടിൽ ഷമീറുകളെ ഫ്രണ്ടുകൾ എല്ലാവരെയും ഇങ്ങനെ പല കോളുകൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ജസ്റ്റ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഓക്കെ.